ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിർണായക മൊഴികൾ കൂടി 24-ന് ലഭിച്ചു. സ്വർണ്ണ കവർച്ചയെക്കുറിച്ച് ദേവസ്വം ഉദ്യോഗസ്ഥന്മാർക്ക് അറിയാമായിരുന്നതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി നമ്മുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് മൊഴി കൊടുത്തിരിക്കുന്നത്. തട്ടിയെടുത്ത സ്വർണം പലർക്കായി വിധിച്ചു നൽകി. സോഷ്യലിസ്റ്റ് ആയിരുന്നു ആള്. സ്വന്തമായി മാത്രം എടുത്തില്ല, എല്ലാവർക്കും കൊടുത്തു വിഹിതം. ഗൂഢാലോചനയിൽ സ്മാർട്ട് ക്രിയേഷൻസിനും പങ്കെന്നാണ് വിവരം. കൽപേഷിനെ എത്തിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ലെന്നാണ് ഇപ്പോൾ SIT സംശയിക്കുന്നത്. അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇന്ന് തിരുവനന്തപുരത്തെ ഈഞ്ചക്കല്ലായിരുന്നു ചോദ്യം ചെയ്തത്. അവിടെ നിന്ന് നേരെ റാന്നിയിലെ കോടതിയിൽ ഹാജരാക്കും. ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിന് മുന്നിൽ നിന്ന് ഷബീദ് റാവുത്തർ ചേരുന്നു. ചില മൊഴികൾ പുറത്ത് കിട്ടിയിട്ടുണ്ട്. അതുപോലെ SITയുടെ പുതിയ നീക്കത്തെക്കുറിച്ച് പറയാൻ മനീഷ് മഹിപാൽ കൂടി നമുക്കിപ്പോൾ ഉണ്ട്. ഇന്നലെ രാത്രി മുഴുവൻ ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിന് മുമ്പിൽ കാത്തുനിന്ന് വിവരങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ച നമ്മുടെ പ്രതിനിധി AV റിനു ശ്രീധർ നമുക്കിപ്പോൾ ഉണ്ട്. അതുപോലെ സ്വർണ്ണപ്പാളി ഇന്ന് സ്ഥാപിക്കും ശബരിമല സന്നിധാനത്ത് എന്നുള്ള വാർത്തകൾ വരുമ്പോൾ AV ജയശങ്കർ അതിനെക്കുറിച്ച് പറയാൻ നമുക്കൊപ്പം ചേരും. ആദ്യം ഷബീദ് റാവുത്തർ. ഷബീദ്, താങ്കളെക്കുറിച്ച് ഞാൻ പറയായിരുന്നു. ഈ സ്വർണ്ണപ്പാളി വിവാദം ഉണ്ടാവുകയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ എല്ലാ ശ്രമങ്ങളും പാളുകയും ചെയ്ത സാഹചര്യത്തിൽ പാളാതെ ഓരോ വിവരവും പ്രേക്ഷകരിലെത്തിക്കാൻ താങ്കൾ കാണിച്ച താല്പര്യവും അതുപോലെ തന്നെ താങ്കളുടെ അന്വേഷണ കൗതുകവും അന്വേഷണ കുതിയായ ഒരു മാധ്യമപ്രവർത്തകൻ്റെ മുഖവും ഒക്കെ തന്നെ ഞാൻ വളരെ അഭിമാനത്തോടെ ഓർക്കുന്നു. താങ്ക് യു ഷബീദ് റാവുത്തർ. നമ്മുടെ ടീമും അതുപോലെ തന്നെയായിരുന്നു. എല്ലാ ടീം അംഗങ്ങളെയും ഞാൻ അഭിനന്ദിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെ ഒരു ക്രിമിനൽ സ്വഭാവമുള്ള ഒരാളെ പോലീസിൽ കസ്റ്റഡിയിൽ എത്തിക്കുമ്പോൾ ആ വിവരങ്ങളൊക്കെ പ്രേക്ഷകർക്ക് യഥാസമയം എത്തിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിഞ്ഞു. താങ്ക് യു ഷബീദ് റാവുത്തർ. പറയൂ, ഇയാൾ നൽകുന്ന ചില മൊഴികളുടെ വിവരങ്ങൾ കൂടി നമുക്ക് ലഭിച്ചല്ലോ ഏറ്റവും ലേറ്റസ്റ്റ് ആയി. വെരി ഗുഡ് മോർണിംഗ് എസ്കൻ. ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇക്കഴിഞ്ഞ മണിക്കൂറുകൾ, ഇക്കഴിഞ്ഞ രാത്രി അത് ഏറ്റവും നിർണായകമാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം SIT സംഘം കേസെടുത്തിട്ട് എന്തുകൊണ്ട് കസ്റ്റഡിയിൽ എടുക്കുന്നില്ല, എന്തുകൊണ്ട് അറസ്റ്റിലേക്ക് കടക്കുന്നില്ല എന്നുള്ള രാഷ്ട്രീയ ചോദ്യം ഉയർന്നിരുന്നു. എന്നാൽ SIT സംഘം ഔദ്യോഗികമായ അന്വേഷണം ആരംഭിച്ച 5-ാം ദിവസം അവരുടെ പ്രാഥമിക വിവരശേഖരണത്തിന് ശേഷം ഇന്നലെ ഏതാണ്ട് രാവിലെയോടുകൂടിയാണ് പുളിമാത്തെ കാര്യത്തിലെ വീട്ടിൽ നിന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ എടുക്കുന്നത്. ശേഷം ഇക്കഴിഞ്ഞ രാത്രികളിലൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നമ്മൾ ഈ കാണുന്ന ഈഞ്ചക്കിലെ ക്രൈംബ്രാഞ്ച് ഓഫീസ് ഇതൊരു രഹസ്യ കേന്ദ്രമായിരുന്നു സ്കേൻ. കാരണം ഇന്നലെ രാവിലെ 10 മണിയോടുകൂടി കസ്റ്റഡിയിലെടുത്ത ഉണ്ണികൃഷ്ണൻ പോറ്റി പിന്നീട് എവിടേക്ക് പോയി എന്നുള്ള കാര്യം നമുക്കൊരു വിവരവും ഉണ്ടായിരുന്നില്ല. അത്യന്തം നാടകീയമായിരുന്നു ഈ ക്രൈംബ്രാഞ്ചിന്റെ നീക്കം. അതിനുശേഷം ഈ മണിക്കൂറുകളിൽ കഴിഞ്ഞ 10 മണിക്കൂർ നടത്തിയ ചോദ്യം ചെയ്യലിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രത്യേക അന്വേഷണ സംഘത്തോട് പങ്കുവച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്ക് കുരുക്കുമുറുകുന്ന ഒരു കാര്യമാണ്. അതായത് ഈ സ്വർണ്ണ കവർച്ചയെക്കുറിച്ച് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ ധാരണ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയിരിക്കുന്ന ഒന്നാമത്തെ മൊഴി. ഈ സ്വർണ്ണം ഉരുക്കിയതും അത് കടത്തിയതും അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് ഈ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്ക് അറിയാമായിരുന്നു എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി നൽകിയിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ സ്മാർട്ട് ക്രിയേഷൻസിൽ ചില ദുരൂഹതകൾ നടന്നു എന്നുള്ള കാര്യമാണ്. അതായത് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് കേന്ദ്രീകരിച്ചും ചില ദുരൂഹതകൾ നടന്നു. അതായത് ഈ സ്വർണ്ണം ഉരുക്കാൻ മറ്റൊരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരാളെ എത്തിക്കാനടക്കം നീക്കം നടത്തി അങ്ങനെയാണ് ദുരുക്കിയെന്നുള്ള മൊഴി അത് ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയിട്ടുണ്ട്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവർ തട്ടിയെടുത്ത സ്വർണം എവിടെ എന്നുള്ളതായിരുന്നു. ഏതായാലും അക്കാര്യത്തിലും ഇപ്പോൾ SITക്ക് ഒരു വിവരം കിട്ടിയിരിക്കുന്നു. അതായത് ഇത് ഷെയർ ചെയ്തു, ഇത് വീതിച്ചെടുത്തു എന്നുള്ളതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിരിക്കുന്നത്. ദേവസ്വം ഉദ്യോഗസ്ഥർക്കടക്കം ഇത് നൽകി എന്നുള്ള കാര്യം കൂടി ഉണ്ണികൃഷ്ണൻ പോറ്റി വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള മൊഴി വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം, ഇന്നലെ രാത്രി മുഴുവൻ ഈ ഇന്ത്യയിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് അവിടെ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച റിനു ശ്രീധർ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. റിനു, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്ന് മാത്രമാണ്, നാടകീയമായിരുന്നു ക്രൈംബ്രാഞ്ച് നീക്കങ്ങൾ. തീർച്ചയായും. കാര്യം ഇന്നലെ പുലർച്ചയോടുകൂടി അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുക്കുന്നു, രഹസ്യമായിട്ടുള്ള ഒരു നീക്കം ക്രൈംബ്രാഞ്ച് നടത്തുന്നു. പിന്നീട് കുടുംബവും അദ്ദേഹത്തിന്റെ അഭിഭാഷകന് രംഗത്തെത്തുന്നു. ഒരു നടപടിയും ഒരു ചട്ടവും പാലിച്ചില്ല എന്നുള്ളത് ആരോപിക്കപ്പെടുന്നു. അതിനുശേഷമാണ് ഈ ഇഞ്ചക്കലിലെ ഓഫീസിലാണ് ഉള്ളത് എന്നുള്ളത് വീട്ടുകാരെ അറിയിക്കുന്നത്. ഏകദേശം രാത്രി, അതായത് 11:30 അറസ്റ്റ് എന്നുള്ള വിവരം നമ്മളാണ് ആദ്യം കൊടുക്കുന്നത്. ഈ ആ സമയത്തേക്ക് രാത്രിയിലേക്കുള്ള അറസ്റ്റ് എങ്ങനെയാണ് നീക്കം നടന്നത്? അതായത് കൃത്യമായിട്ടുള്ള ചോദ്യം ചെയ്യൽ, അതിനുശേഷം റിമാൻഡ് റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നത്. ഈ റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കിയതിനു ശേഷം മാത്രമാണ് ഈ അറസ്റ്റ് രേഖപ്പെടുത്തി എന്നുള്ള വിവരം നമുക്ക് ലഭിക്കുന്നത്. തുടർന്ന് അപ്പോൾ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നു, മറ്റ് മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നു. ഏകദേശം പുലർച്ചെ 3:45 ഏകദേശം 3:50 ഇവിടെ നിന്ന് വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകുന്നത്. 5:30 തിരികെ എത്തിക്കുകയും ചെയ്തു. ഈ വൈദ്യപരിശോധനയ്ക്ക് ജില്ലാശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മൾ മാധ്യമ പട തന്നെ പുറകെ ഉണ്ടായിരുന്നു. മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് പ്രതികരണം ചോദിച്ചു. പക്ഷേ ഒരു തരത്തിലും മിണ്ടാട്ടം ഉണ്ടായിരുന്നില്ല, പ്രതികരിച്ചില്ല, ഒരു രീതിയിലും പ്രതികരിച്ചു. കാര്യം ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് വിജിലൻസിന്റെ മുന്നിൽ ഹാജരാകുമ്പോഴൊക്കെ തന്നെ വലിയ കോൺഫിഡൻസ് ആയിരുന്നു അദ്ദേഹത്തിന്, വലിയ പ്രതികരണമായിരുന്നു. വീട്ടിലൊക്കെ തന്നെ അദ്ദേഹം വലിയ വിശദീകരണം നടത്തുന്നു. പക്ഷേ ഇന്നലെ ഒരു തരത്തിലുള്ള ഒരു കാര്യങ്ങളും പ്രതികരിക്കാൻ വേണ്ടി അദ്ദേഹം തയ്യാറായി. ഇനിയിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഇനി ഇവിടെ നിന്ന് റാന്നിയിലേക്ക് എപ്പോൾ കൊണ്ടുപോകുന്നതാണ്, എപ്പോൾ കൊണ്ടുപോകും? നമുക്ക് ലഭിച്ച വിവരം അനുസരിച്ച് 7 മണിക്ക് പോകും എന്നുള്ളതായിരുന്നു. 8 മണിക്കകം തന്നെ അദ്ദേഹത്തെ ഇവിടെ നിന്ന് റാന്നിയിലേക്ക് കൊണ്ടുപോകും. ഉച്ചയ്ക്ക് 12:30 മുമ്പ് റാന്നി കോടതിയിൽ ഹാജരാക്കും എന്നുള്ളതാണ്. എന്തായാലും ഇന്നലെ ശബരിമലയിൽ പരിശോധന നടത്തിയതിനു ശേഷമാണ് ഇതിലെ പ്രധാന അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇവിടേക്ക് എത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം പുലർച്ചയോടുകൂടി മടങ്ങുകയും ചെയ്തു.
ശശിധരൻ. കൃത്യമായി ചോദ്യം ചെയ്ത്, അതായത് അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം വീണ്ടും അദ്ദേഹത്തെ ചോദ്യം ചെയ്തു എന്നുള്ളതാണ്. എന്തായാലും 12 മണിക്കകത്ത് റാന്നി കോടതിയിൽ ഹാജരാക്കുന്നുള്ളതാണ്. അതാണ് അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ ശബരിമല സന്നിധാനത്ത്, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തിരുവനന്തപുരത്ത് കസ്റ്റഡി എടുക്കുന്ന സമയത്ത് ശബരിമല സന്നിധാനത്ത് സമാനമായി പരിശോധനകൾ നടക്കുന്നുണ്ടായിരുന്നു. ഈ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള SP ശശിധരൻ ശേഷം തിരുവനന്തപുരത്തേക്ക് മടങ്ങിയെത്തി വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തതിനു ശേഷമാണ് അറസ്റ്റിലേക്ക് കടന്നിട്ടുള്ളത്. ഇനി SKN ഈ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ മൊഴി അതിൽ ഏറ്റവും വൈറ്റലാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ദേവസ്വം ഉദ്യോഗസ്ഥർക്ക് ഇക്കാര്യത്തിൽ പങ്കുണ്ട്. സ്വർണ്ണത്തിന്റെ, അതായത് കട്ടെടുത്ത സ്വർണ്ണത്തിന്റെ, കവർന്നെടുത്ത സ്വർണ്ണത്തിന്റെ പങ്ക് അത് ഉദ്യോഗസ്ഥർക്ക് കിട്ടി. സ്മാർട്ട് ക്രിയേഷൻസിൽ ഗൂഢാലോചന നടന്നു. ഇനി ഏറ്റവും പ്രധാനം ഈ കൽപേഷ് എന്ന് പറയപ്പെടുന്ന ആളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ്. അതായത് നമ്മൾ ഈ ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണം നടക്കുന്ന ഘട്ടത്തിലൊക്കെ ഒരു പേര് നമ്മൾ കേട്ടതാണ്, കൽപേഷ്. അതായത് 2019 ജൂലൈ 20 ശബരിമല സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോയ സ്വർണം ആദ്യ 2 ദിവസം ബാംഗ്ലൂരിൽ സൂക്ഷിച്ചു. ശേഷം അവിടെ നിന്ന് ഈ ഹൈദരാബാദിലേക്ക് കൊണ്ടുപോകുന്നു. ഹൈദരാബാദിൽ 39 ദിവസം വെച്ചു. ആ 39 ദിവസത്തിനിടയിലാണ് വളരെ പ്രധാനപ്പെട്ട നിർണായക നീക്കങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമാണ് ഈ 39 ദിവസം ഈ 2 പേരുകൾ ഇപ്പോൾ നമുക്ക് മുമ്പിലുണ്ട്. അതിലൊന്ന് കൽപേഷാണ്, രണ്ടാം പേരുകാരൻ നാഗേഷാണ്. ഇതിൽ നാഗേഷ് എന്ന് പറയപ്പെടുന്ന ആളെ കുറിച്ച് കൃത്യമായ ധാരണ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. നാഗേഷ് ഈ സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയുടെ ജീവനക്കാരനാണോ എന്ന തരത്തിലേക്കുള്ള സംശയമുണ്ട്. ഈ നാഗേഷിന്റെ കയ്യിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് അനന്ത സുബ്രഹ്മണ്യം ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ട് ഏൽപ്പിച്ചത്. അവിടെ വെച്ചാണ് 39 ദിവസത്തിനുള്ളിൽ ഒന്നുകിൽ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി അതിനുശേഷം അത് സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുപോയി. ഏതായാലും സ്മാർട്ട് ക്രിയേഷൻസിൽ അടക്കം സംശയിക്കാൻ പല കാര്യങ്ങളുണ്ട്, പല ദുരൂഹതകളുണ്ട് എന്നുള്ള കാര്യം ഇപ്പോൾ ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ റാന്നിയിലേക്ക് കൊണ്ടുപോകും. ഇതിൽ ഏറ്റവും പ്രധാനം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അഭിഭാഷകനെ നമ്മൾ ഇന്നലെ പരിചയപ്പെട്ടതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അഭിഭാഷകൻ സംസ്ഥാനത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രിമിനൽ അഭിഭാഷകനായിട്ടുള്ള ശാസ്തമംഗലം അജിത് കുമാറാണ്. സ്വാഭാവികമായും അവരുടെ ക്ലെയിമുകൾ കോടതിയിൽ നടക്കും. അതിനുശേഷം ഇന്ന് തന്നെ അന്വേഷണ സംഘം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി കസ്റ്റഡി അപേക്ഷ നൽകും. സംസ്ഥാനത്തിനകത്തും പുറത്തും പലതരത്തിലുള്ള തെളിവെടുപ്പ് നടത്തണം. അതിൽ ചെന്നൈ ഉണ്ട്, അതേപോലെ ഹൈദരാബാദ് ഉണ്ട്, ബാംഗ്ലൂർ ഉണ്ട്, മറ്റു ചില സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചടക്കം ഇയാളെ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തണം. ആ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ നടപ്പിലാക്കും. ഇനി ഇതിലെ കൗതുകം ആരുടെയൊക്കെ തലയുരുളും എന്നുള്ള കാര്യമാണ്. അതിൽ ഏറ്റവും പ്രധാനം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി അനുസരിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ഉദ്യോഗസ്ഥർക്ക് കുരുക്ക് വീഴുന്ന തരത്തിലേക്ക് മൊഴി നൽകിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ ആരൊക്കെയാണ്? അത് മുരാരി ബാബുവിൽ തുടങ്ങി ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിൽ പറഞ്ഞ 8 ഉദ്യോഗസ്ഥർ മാത്രമാണോ? അതിനപ്പുറത്തേക്ക് ആരെങ്കിലും ഉണ്ടോ? ദേവസ്വം ബോർഡ് അംഗങ്ങളെയും സംശയിച്ചായിരുന്നു ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട്. അങ്ങനെയാണെങ്കിൽ ഈ ദേവസ്വം ബോർഡ് അംഗങ്ങൾ ആർക്കെങ്കിലും പങ്കുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിർണായകമാണ്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട മൂവിലേക്ക് അന്വേഷണ സംഘം കടന്നിരിക്കുന്നു. SKN ഷഫീദ് റാവുത്തർ, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോറ്റി വളർത്തിയ കുറേ ആൾക്കാരുണ്ട്. അങ്ങനെ പോറ്റിയതിൽ ഒരു വലിയ തല ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഈ തല ഉരുട്ടാനും SIT ഭാഗത്ത് നീക്കം ഉണ്ടാകുമ്പോൾ ഈ തല ആരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? പേര് പറഞ്ഞില്ലെങ്കിൽ പോലും പലതരത്തിലുള്ള പേരുകൾ, അതായത് പലരുടെ പേരുകൾ ഇക്കാര്യത്തിൽ പറയുന്നുണ്ട്. അതിൽ ഈ ക്രിമിനൽ കോൺസ്പിറസി, അതായത് കുറ്റകരമായിട്ടുള്ള ഗൂഢാലോചന, ശബരിമലയിലെ ഇയാൾ സ്പോൺസറായി എത്തിയത് മുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ ഇടപാടുകളിൽ ദുരൂഹതയുണ്ടെന്ന് ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ശബരിമലയിൽ ഇയാൾ ഒരു സ്ട്രോങ് ഹോൾഡായി മാറാൻ ഇയാൾക്ക് അവസരമൊരുക്കിയത് ആരാണ്, അതിലേതെങ്കിലും ഉന്നതനുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ദേവസ്വം വിജിലൻസ് പറഞ്ഞിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദേവസ്വം വിജിലൻസിന്റെ ഒരു റിപ്പോർട്ടിൽ അവരുടെ 15ാമത്തെ പേജിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. അതിങ്ങനെയായിരുന്നു. അതായത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപാടുകൾ, അയാൾക്ക് സ്വർണ്ണപ്പാളി വിട്ടുകൊടുത്തതടക്കം അന്നത്തെ ദേവസ്വം ബോർഡിലെ ആർക്കെങ്കിലും പങ്കുണ്ടോ എന്നുള്ള കാര്യം സംശയിക്കണം. മാത്രമല്ല ദേവസ്വം ബോർഡിനെ സംശയനിഴലിൽ നിർത്തിയായിരുന്നു ഇക്കാര്യത്തിലെ ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ട്. ആ റിപ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ട ആ റിപ്പോർട്ട് ഈ ചില ആളുകൾ കൂടി ഇപ്പോൾ ഈ കൂടുതൽ വാഹനങ്ങൾ, കൂടുതൽ ഉദ്യോഗസ്ഥർ ഈ ഈഞ്ചക്കൽ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്ക് എത്തുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഒരു പക്ഷേ തൊട്ടടുത്ത മിനിറ്റിൽ തന്നെ ഇത് എസ് പിയുടെ വണ്ടിയാണ് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. SP ശശിധരനാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായും ഈ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള SP ശശിധരൻ ഇപ്പോൾ ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് എത്തിയിരിക്കുകയാണ്. അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അദ്ദേഹം ഇപ്പോൾ അകത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ തൊട്ടടുത്ത മിനിറ്റിൽ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി റാന്നിയിലേക്ക് യാത്ര തിരിക്കും, പത്തനംതിട്ടയിലേക്ക് യാത്ര തിരിക്കും എന്നുള്ള കാര്യം ഏതാണ്ട് വ്യക്തമാണ്. SP ശശിധരൻ ഒരുപക്ഷെ നമുക്കറിയാം ഈ കേസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് SP ശശിധരൻ. അദ്ദേഹം ഇന്നലെ സന്നിധാനത്ത് പരിശോധന നടത്തിയ ശേഷം തിരുവനന്തപുരത്തേക്ക് അർദ്ധരാത്രി മടങ്ങിയെത്തുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുന്നു. അദ്ദേഹം ഇപ്പോൾ ഈഞ്ചക്കൽ ഓഫീസിലേക്ക് എത്തിയിരിക്കുന്നു. സ്വാഭാവികമായും അദ്ദേഹമാണ് ഇതിന്റെ IP ഉദ്യോഗസ്ഥൻ, അതായത് അറസ്റ്റ് അടക്കമുള്ള രേഖപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥൻ അദ്ദേഹമാണ്. അദ്ദേഹം മടങ്ങിയെത്തുന്നതിലൂടെ സ്വാഭാവികമായും തൊട്ടടുത്ത മിനിറ്റിൽ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഈ സംഘം, പ്രത്യേക അന്വേഷണ സംഘം ഈ പത്തനംതിട്ടയിലേക്ക് തിരിക്കുമെന്നുള്ള കാര്യം നമുക്ക് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. മറ്റുദ്യോഗസ്ഥരും, അതായത് ഈ SITയിലെ മറ്റുദ്യോഗസ്ഥരും ഇവിടെയുണ്ട്. ഇന്നലെ രാത്രി മുഴുവൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുകയായിരുന്നു. നിർണായകമായ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് കിട്ടിയ മണിക്കൂറുകളാണ് ഈ കഴിഞ്ഞുപോയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ 2 കേസുകളാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റ് ചെയ്തിരുന്നത്. ഒന്നാമത്തെ കേസ് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ടുള്ളത്. രണ്ടാമത്തേത് ഈ ശബരിമല ശ്രീകോവിലെ കട്ടിളപ്പാളിയിലെ സ്വർണം കവർന്നതുമായി ബന്ധപ്പെട്ട്. അങ്ങനെ 2 കേസുകളിൽ അറസ്റ്റ്
അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. 2 കേസുകളിലും 1-ാം പ്രതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. ദേവസ്വം ഉദ്യോഗസ്ഥരെയും ദേവസ്വം ബോർഡ് അംഗങ്ങളെയും ഒക്കെ പ്രതി ചേർത്തായിരുന്നു ഈ കേസെടുത്തിരുന്നത്. അതിന്റെ FIR ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതുവരെയും പുറത്തേക്ക് വന്നിട്ടില്ല. ഇന്ന് കോടതിയിൽ സ്വാഭാവികമായും അതടക്കമുള്ള കാര്യങ്ങൾ വരും. കോടതി അത് കേൾക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റി റിമാൻഡാണോ, ഉണ്ണികൃഷ്ണൻ പോറ്റി കസ്റ്റഡിയിലാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഏതാണ്ട് ഉച്ചയോടുകൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏതായാലും അത്തരം നാടകീയമായിട്ടുള്ള നീക്കങ്ങൾ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ സ്കെയിൻ ഈ ഈഞ്ചക്കിലെ ഈ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക്, അതായത് തിരുവനന്തപുരത്തെ സംബന്ധിച്ച് ഒരാളെ കസ്റ്റഡിയിൽ എടുത്താൽ SITക്ക് ഒരുപക്ഷെ പേരൂർക്കട ക്യാമ്പ് ഹൗസിലേക്ക് കൊണ്ടുപോകാം. പേരൂർക്കട ക്ലബ് ഹൗസ് ഉണ്ട് പോലീസിന്റെ, അവിടെ എങ്ങും കൊണ്ടുപോകാതെ വളരെ രഹസ്യ സ്വഭാവത്തിൽ ഈഞ്ചക്കിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വെച്ചായിരുന്നു ചോദ്യം ചെയ്യൽ. അപ്പോൾ തന്നെ നമുക്ക് ഈ അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങളെ കുറിച്ചൊരു ധാരണ കിട്ടും. കാരണം ഈ അന്വേഷണ സംഘം അത്രമേൽ രഹസ്യമായിട്ടാണ് ഇക്കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കാരണം ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശമുണ്ട്, ഒരു വിശ്വാസ പ്രശ്നമാണ്, ഏതെങ്കിലും തരത്തിൽ ഇതിന്റെ വിവരങ്ങൾ പുറത്തു പോകരുത് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഇനിയിപ്പോൾ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അതിന്റെ ആദ്യ നടപടി, ആദ്യ ആക്ഷൻ ഇപ്പോൾ നമ്മൾ കണ്ടു. തൊട്ടടുത്ത മണിക്കൂർ അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ ഇനി ഇക്കാര്യത്തിൽ കൂടുതൽ ചോദ്യം ചെയ്യലുണ്ടാകും. മുരാരി ബാബു അടക്കമുള്ള, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വഴിവിട്ട് ഇടപാടുകൾ നടത്തിയ, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി രേഖകൾ തിരുത്തിയ, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പക്കൽ സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിടാൻ ഇടപെടൽ നടത്തിയ മുരാരി ബാബു അടക്കമുള്ള ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്ത നടപടികളിലേക്ക് SIT കടക്കും. അതിനൊക്കെ അപ്പുറത്തേക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള മൊഴിയെടുക്കൽ ഇക്കാര്യത്തിൽ ഉണ്ടാകുമോ എന്നുള്ളതും നിർണായകമാണ്. ഇവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുമ്പോൾ ഹൈദരാബാദിൽ നിന്നും ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും അതേപോലെ ബാംഗ്ലൂരിൽ നിന്നൊക്കെ വിവരശേഖരണം അന്വേഷണ സംഘം നടത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ വളരെ സ്മാർട്ട് വർക്ക് എന്ന രീതിയിലേക്ക് അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം പോകുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ അവർ ഒരു കൃത്യമായ നാബ് ചെയ്ത വിവരം അവർ പുറത്തേക്ക് വിടുന്നില്ല. പകരം നമുക്കടക്കം ലഭിക്കുന്നത് ചില സൂചനകളും വിവരങ്ങളും മാത്രമാണ്. നമ്മളോട് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ SITയിലെ ഉദ്യോഗസ്ഥർ നേരിട്ട് തയ്യാറാകുന്നില്ല എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അങ്ങനെ ആ സ്വഭാവത്തിൽ അന്വേഷണം നടക്കുന്നു. ഏതായാലും നമുക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്, ഈ സ്വർണ്ണ കവർച്ചയിൽ, സ്വർണ്ണക്കൊള്ളയിൽ, അയ്യപ്പനെ കൊള്ളയടിച്ചതിൽ സ്വാഭാവികമായും അതിന്റെ ആദ്യ അറസ്റ്റ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു. ഇനി ഇതിന്റെ കണക്ഷൻ ലിങ്കുകളാണ്. കണക്ഷൻ ലിങ്ക് ഉണ്ടാകും. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ കിട്ടിയാൽ തെളിവെടുപ്പ് എവിടെയൊക്കെ നടത്തുമെന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് ശബരിമലയിൽ നട തുറക്കുകയാണ് വീണ്ടും. ഇന്ന് സ്വർണ്ണപ്പാളി സ്ഥാപിക്കും. നാളെ നറുക്കെടുപ്പുണ്ട്, മേൽശാന്തി നറുക്കെടുപ്പുണ്ട്. അപ്പോൾ ഇന്നും നാളെയും സന്നിധാനത്ത് എന്തായാലും കൊണ്ടുപോകാനുള്ള സാധ്യത അതില്ല. നമുക്ക് തൊട്ടടുത്ത ദിവസങ്ങളിൽ രാഷ്ട്രപതി വരികയാണ്. അപ്പോൾ സന്നിധാനത്ത് പരിശോധന, തെളിവെടുപ്പ് ഒരുപക്ഷെ നീളും. പക്ഷേ ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോകണം, ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് എത്തിക്കണം. അതിനൊക്കെ അപ്പുറത്തേക്ക് മറ്റു ചില സ്ഥലങ്ങൾ, അത് പ്രത്യേകിച്ച് കിളിമാനൂരും കാരേറ്റും വെഞ്ഞാറമൂടും അടക്കം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വാധീനമുണ്ടായിരുന്ന മറ്റു ചില സ്ഥലങ്ങളിലൊക്കെ അന്വേഷണം നടക്കും. നമ്മളെ സംബന്ധിച്ച് ശബരിമലയിൽ നിന്ന് തട്ടിയെടുത്ത ഈ സ്വർണ്ണങ്ങൾ അത് ഇവരെന്ത് ചെയ്തു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഒന്ന് സ്വർണ്ണപ്പാളിയാണ്. ആ സ്വർണ്ണപ്പാളി എന്ത് ചെയ്തു എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ചില സൂചനകളുണ്ട്. ആ സൂചനകൾ ഇങ്ങനെയാണ്: സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോയ സ്വർണ്ണപ്പാളി അത് ബാംഗ്ലൂരിൽ എത്തിച്ചു, അവിടെ നിന്ന് ഹൈദരാബാദിൽ എത്തിച്ചു. അവിടെ നിന്ന് കൽപേഷ് നാഗേഷ് എന്നീ 2 പേരുകളുടെ 2 ആളുകൾ, ഇവരെക്കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. ഇവരുടെ സഹായത്തോടുകൂടി ഇത് അവിടെ വെച്ച് നശിപ്പിക്കുന്നു, അതല്ലെങ്കിൽ ഉരുക്കുന്നു. അതിനുശേഷം സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് വീണ്ടും കൊണ്ടുപോകുന്നു. അവിടെയും ചില പ്രോസസ്സുകൾ നടക്കുന്നു. കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് നമ്മളൊരു അന്വേഷണ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പങ്കുവച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. കാരണം ഈ കഴിഞ്ഞ ദിവസം, അതായത് ദേവസ്വം വിജിലൻസ് അന്തിമ റിപ്പോർട്ട്, അതായത് കൊടുക്കുന്നതിന് മുൻപ് ഒരു ഇടക്കാല റിപ്പോർട്ട് കൊടുത്തിരുന്നു. ആ ഇടക്കാല റിപ്പോർട്ട് കൊടുത്തതിന് ശേഷം കിളിമാനൂരുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി സംസ്ഥാനത്തിന് പുറത്തേക്ക് യാത്ര ചെയ്തു. ആ യാത്ര പക്ഷേ ബാംഗ്ലൂരിലേക്കായിരുന്നില്ല, പകരം ചെന്നൈയിലേക്കായിരുന്നു. ചെന്നൈയിൽ പോയി പങ്കജ് ഭണ്ഡാരി, സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയുമായി ഉണ്ണികൃഷ്ണൻ പോറ്റി കൂടിക്കാഴ്ച നടത്തി. ശേഷമാണ് ദേവസ്വം വിജിലൻസിന്റെ അന്തിമ റിപ്പോർട്ട് കോടതിയിൽ പോകുന്നതിന് തലേ ദിവസം പങ്കജ് ഭണ്ഡാരി ദേവസ്വം ആസ്ഥാനത്തെത്തി മൊഴി നൽകിയത്. അപ്പോൾ ഈ മൊഴി നൽകുന്നതിലടക്കം ഇവർ തമ്മിൽ ഒരു ആസൂത്രണം നടന്നിട്ടുണ്ടോ എന്നുള്ള സംശയം SITക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഗൂഢാലോചനയുടെ ക്രൂക്കഡ്നെസ് വളരെ വലുതാണ് എന്ന് വേണം പറയാൻ. ഏതായാലും അതടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ നമുക്കിപ്പോൾ ലഭ്യമാകും. അതിനുശേഷം നമുക്ക് തൊട്ടടുത്ത മിനിറ്റിൽ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി റാന്നിയിലേക്ക് അന്വേഷണ സംഘം തിരിക്കുകയും ചെയ്യും. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇന്നലെ നിദ്രാവിഹീനമായ രാത്രിയായിരുന്നു. അതിന് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അംഗങ്ങൾക്കും ഉറക്കം നഷ്ടപ്പെട്ടു. പക്ഷേ ജനങ്ങൾ അറിയാത്ത ഒരു സംഘത്തിന് ഉറക്കം നഷ്ടപ്പെട്ടു. നമ്മുടെ ഈ നിൽക്കുന്ന 3 പ്രതിഭകളില്ലേ, ഇവർക്കും ഇന്നലെ ഉറക്കമില്ലായിരുന്നു. ഈ തിരുവനന്തപുരത്ത് ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിന് മുന്നിലാണ് ഇവരുണ്ടായിരുന്നത്. ഇതിലില്ലാത്ത ഒരാൾ കൂടി ഉണ്ട്, റിനു ശ്രീധർ. അപ്പോൾ ഇവരൊക്കെ എനിക്ക് തോന്നുന്നത് ഷെവീദിനെയൊക്കെ മുഖം കണ്ടാലറിയാം, ഉറക്കമിളച്ചിരുന്ന് പ്രേക്ഷകരുമായിട്ട് ഈ വാർത്ത പങ്കിടാൻ വേണ്ടി അവരെല്ലാ വിവരങ്ങളും തേടുകയായിരുന്നു. മനീഷ് മഹിപാലും റിനു ശ്രീധറും ഒക്കെ തന്നെ ഇന്നലെ ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ചിൻ്റെ മുന്നിലുണ്ടായിരുന്നു. ഉറക്കം ഇല്ലാതായെങ്കിലും കൃത്യമായ വാർത്തകൾ പ്രേക്ഷകരിൽ എത്തിക്കാൻ അവർക്ക് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ നീക്കം എങ്ങനെയായിരിക്കുമെന്നറിയാനാണ്. മനീഷ് മഹിപാൽ നമുക്കൊപ്പം ചേരുകയാണ്. മനീഷ്, ഗുഡ് മോർണിംഗ്. പറയൂ മനീഷ്. ഗുഡ് മോർണിംഗ് SKN. അതായത് വളരെ സങ്കീർണമായ ഒരു കുറ്റാന്വേഷണം അന്വേഷിക്കാൻ വേണ്ടിയിട്ട് മികച്ച ഒരു ടീമിനെ തന്നെയാണ് കോടതി നിയോഗിച്ചിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി ആദ്യം, അതായത് ദേവസ്വം വിജിലൻസ് 2 ദിവസമായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തത്. ആ 2 ദിവസവും 7 മണിക്കൂർ ചോദ്യം ചെയ്തു. ഇവിടെ 5 ദിവസങ്ങൾക്ക് ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിലെടുത്ത് ഏകദേശം 10 മണിക്കൂറിലധികം SP P ബിജോയുടെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്തത്. ഇവിടെ കോടതിയുടെ മുൻപിൽ 6 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ പൂർണ്ണമായ റിപ്പോർട്ട് കൊടുക്കണം. അതിനിടയിൽ 2 ആഴ്ച ആകുമ്പോൾ ഇടക്കാല റിപ്പോർട്ട് കൊടുക്കണം. ആ ഇടക്കാല റിപ്പോർട്ട് ബുധനാഴ്ചയോ
വ്യാഴാഴ്ചയോ ഹൈക്കോടതിയിൽ സമർപ്പിക്കണം. അതിനു മുൻപേ തന്നെ ഈ സംഭവത്തിൽ, അതായത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ എന്താണ് സംഭവിച്ചതെന്നടക്കമുള്ള ഒരു ആദ്യ ചിത്രം ഹൈക്കോടതിയുടെ മുൻപിൽ ഈ അന്വേഷണ സംഘത്തിന് കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട വളരെ സങ്കീർണമായ, ഇതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയും ഒപ്പം തന്നെ കാണാമറയത്ത് നിൽക്കുന്ന സംഭവങ്ങളെ പറ്റിയുള്ള കാര്യങ്ങളുടെ ഒരു ചിത്രം കോടതിയെ ബോധിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ SITയുടെ എല്ലാ നീക്കങ്ങളും നാടകീയമായിരിക്കും. ഈ നിലവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിലെടുത്തത് പോലും വളരെ നാടകീയമായിട്ടായിരുന്നു. ഇന്നലെ രാവിലെ കാരറ്റിലെ വീട്ടിൽ നിന്നും സാധാരണ രീതിയിലുള്ള കസ്റ്റഡി നടപടികൾ പാലിക്കാതെയായിരുന്നു അന്വേഷണ സംഘം കസ്റ്റഡി എടുത്തത്. കാരണം അത്തരം നടപടികൾ പാലിച്ചാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഏതെങ്കിലും തരത്തിൽ മറ്റ് നാടകീയ നീക്കങ്ങൾ ഇയാളുടെ ഭാഗത്തുനിന്ന് കൂടി ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയായിരുന്നു അന്വേഷണ സംഘത്തിന്റെ അങ്ങനെ ഒരു മികച്ച മൂവ്മെന്റ് ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡി ലഭിച്ചാൽ, ഏറെക്കുറെ കസ്റ്റഡി ലഭിക്കും, സ്വാഭാവികമായി തന്നെ കോടതിയിൽ ഇയാൾ കുറ്റക്കാരനാണെന്ന് സമർത്ഥിക്കാൻ അന്വേഷണ സംഘത്തിന് ഇന്ന് തന്നെ ആകും. അതുകൊണ്ട് തന്നെ കസ്റ്റഡി ലഭിച്ചാൽ ഇയാൾ ഇത്രയും ദിവസം, അതായത് 2019 ഈ സ്വർണ്ണപ്പാളി കൊണ്ടുപോയി അത് ബംഗളൂരിൽ എത്തിച്ചു, ഹൈദരാബാദിൽ എത്തിച്ചു, ചെന്നൈയിൽ എത്തിക്കുന്നതിന് മുൻപ് ഈ 2 സംസ്ഥാനങ്ങളിലേക്ക് എത്തിക്കാനിടയായ കാരണങ്ങളിലേക്ക് അന്വേഷണ സംഘം കടക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തിച്ചുള്ള തെളിവെടുപ്പ് നടത്തും. SKN മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സാധാരണഗതിയിൽ നമ്മുടെ അന്വേഷണ സംഘത്തിലൊക്കെ തന്നെ ഈ സൈബർ വിദഗ്ധർ അല്ലെങ്കിൽ സാങ്കേതിക വിദഗ്ധരുടെ അഭാവം എപ്പോഴും ഈ അന്വേഷണ സംഘത്തിൽ ഉണ്ടാകും. പക്ഷേ ഇതങ്ങനെയല്ല. ഇത്തവണ ഈ അന്വേഷണ സംഘത്തിൽ സൈബർ സാങ്കേതിക വിദഗ്ധർ കൂടിയുണ്ട്. കാരണം 2005 ശേഷം ശബരിമല സന്നിധാനത്തെ എല്ലാ ഫയലുകളും കമ്പ്യൂട്ടറൈസ്ഡ് ചെയ്തതാണ്. അത്തരം കാര്യങ്ങളുടെ പരിശോധന നടത്താൻ, ഒപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫോൺ ഒരു നിർണായകമായിട്ടുള്ള ഒരു തെളിവാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി ആരെയൊക്കെ വിളിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ചും ഈ ഉദ്യോഗസ്ഥരായിട്ടുള്ള മുരാരി ബാബു അടക്കമുള്ള ആളുകൾക്ക് ഇതിൽ വലിയ പങ്കുണ്ട്. കാരണം ഇതുമായി ബന്ധപ്പെട്ട ചില ഉന്നത ആൾക്കാരുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന സംഭവമല്ല, ഒരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ മുരാരി ബാബുവിന്റെ പിന്നിൽ മറ്റ് രാഷ്ട്രീയ തലത്തിൽ ഉന്നതരുണ്ടോ, അല്ലെങ്കിൽ രാഷ്ട്രീയ തലത്തിൽ ഉന്നതരില്ലാതെ ഇക്കാര്യത്തിൽ ഈ ഫയലുകൾ മാറ്റാനും ഒപ്പം തന്നെ ഈ വ്യാജമായ കാര്യങ്ങൾ മഹസർ എഴുതാനും ഒക്കെ തന്നെ ഇവർക്ക് കഴിയില്ല എന്നൊരു നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് പിന്നിൽ ഒരു ഗൂഢ സംഘമുണ്ട് എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഒപ്പം തന്നെ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം കേട്ട 2 പേരുകളാണ് ഈ കൽപേഷും ഒപ്പം തന്നെ നാഗേഷും. ഈ കൽപേഷും നാഗേഷും ആരാണ്, ഇവരുടെ ചിത്രങ്ങളോ ഇവരുടെ പേരുകൾ തന്നെ യഥാർത്ഥമാണോ എന്ന് അന്വേഷണ സംഘം അന്വേഷിക്കുകയാണ്. ഇനി ഈ 2 പേരും ഒരാൾ തന്നെയാണോ എന്നുള്ള കാര്യത്തിലും ഇപ്പോഴും ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലും നിയന്ത്രിച്ചത് ഈ കൽപേഷ് ആണോ എന്ന ചോദ്യമുണ്ട്. കൽപേഷ് ഒരു ബാംഗ്ലൂരു സ്വദേശിയാണ്. കൽപേഷിനാണ് ഈ സ്വർണം കൈമാറിയിട്ടുള്ളത്. കൽപേഷാണോ ഈ ശബരിമലയിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുകയും പോറ്റി വഴി ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് സ്വർണ്ണപ്പാളി അടക്കം, അതായത് ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളി ഒപ്പം തന്നെ കട്ടളപ്പടിയിലെ സ്വർണ്ണ പാളിയുമൊക്കെ തന്നെ കൊണ്ടുപോകാൻ ഇടയാക്കിയ സംഭവത്തിന്റെ പിന്നിൽ ഉന്നതൻ കൽപേഷാണോ എന്നുള്ള ചോദ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഉന്നതരായിട്ടുള്ള ആളുകൾ വിട്ടുപോകരുത് എന്നുള്ള കാര്യം അന്വേഷണ സംഘത്തിനുണ്ട്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാത്രം പ്രതിയാക്കിയാൽ പോരെ. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പിന്നിലുള്ള സംഘം, ഇതിന്റെ ആസൂത്രണത്തിലുണ്ടായിരുന്ന സംഘം, ഈ ഗൂഢസംഘത്തിൽ ഉള്ള ആളുകളെ സഹായിക്കാനുണ്ടായ സംഘം, ഒപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി 5 ദിവസങ്ങൾക്കിടയിൽ യാത്ര ചെയ്തു. നേരത്തെ ഷെഫീദ് സൂചിപ്പിച്ചതുപോലെ ചെന്നൈയിലെത്തി ഈ സ്മാർട്ട് ക്രിയേഷൻസിന്റെ സിഇഒയുമായി പങ്കജ് ഭണ്ഡാരിയുമായി കൂടിക്കാഴ്ച നടത്തിയെങ്കിൽ പങ്കജ് ഭണ്ഡാരി അടക്കം സ്മാർട്ട് ക്രിയേഷൻസിനെ പ്രതിയാക്കും. നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 2 FIR ആണ്. ഒന്ന് സ്വർണ്ണപ്പാളി സ്വർണം കൊണ്ടുപോയതിലും മറ്റത് കട്ടളപ്പാളിയിലെ സ്വർണം കൂടി. 2 FIR-ലും നിലവിൽ ഈ സ്മാർട്ട് ക്രിയേഷൻസിനെ ഭാഗവാക്കാക്കിയിട്ടില്ല. പക്ഷേ സ്മാർട്ട് ക്രിയേഷൻസിന്റെ സിഇഒയെ പ്രതിയാക്കുമോ അതോ സാക്ഷിയാക്കുമോ തുടങ്ങിയ ചോദ്യങ്ങളുണ്ട്. ഈ പ്രതിപട്ടിക ഇവിടെ തീരുന്നതല്ല. പ്രതിപട്ടികയിൽ നിലവിൽ മുൻ ദേവസ്വം പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഉൾപ്പെട്ട 2 FIR ഉണ്ട്. അതുകൊണ്ട് തന്നെ പ്രതിപട്ടികയിൽ കൂടുതൽ ആളുകൾ നീളുന്ന തരത്തിലേക്കുള്ള അന്വേഷണം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ എല്ലാ നീക്കങ്ങളും നാടകീയമായിരിക്കും. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി തന്നെ റാന്നിയിലെ കോടതിയിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എത്തിച്ചു കഴിഞ്ഞാൽ, അവിടെ നിന്നും കസ്റ്റഡിയിൽ സ്വാഭാവികമായി ലഭിച്ചു കഴിഞ്ഞാൽ ബംഗളൂരുവിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല. കാരണം ബുധനാഴ്ച തന്നെ ആദ്യ ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുള്ളത് കൊണ്ട് തന്നെ ഈ വിധത്തിലുള്ള നീക്കങ്ങളുണ്ട്. ഒപ്പം തന്നെ മുരാരി ബാബു അടക്കം നിലവിൽ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്ത 2 ഉദ്യോഗസ്ഥരുണ്ട്. ഈ 2 ഉദ്യോഗസ്ഥരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുമോ തുടങ്ങിയ ചോദ്യങ്ങളുണ്ട്. ഒപ്പം തന്നെ വിരമിച്ച ഉദ്യോഗസ്ഥരും നിലവിൽ ഈ കേസിലെ പ്രതികളാണ്. അവർക്കെതിരെ നിലവിൽ ദേവസ്വം വകുപ്പിനെ അവർ വിരമിച്ചത് കൊണ്ട് തന്നെ കോടതിയുടെ ഇടപെടലില്ലാതെ അവർക്കെതിരെ നടപടിയെടുക്കാൻ സാധിക്കില്ല. വിരമിച്ച ഉദ്യോഗസ്ഥരെ അടക്കം അറസ്റ്റ് ചെയ്തിട്ടുള്ള ചോദ്യം ചെയ്യൽ ഉണ്ടാകുമോ എന്നതാണ് അടുത്ത മണിക്കൂറിൽ നമുക്ക് നോക്കിക്കാണേണ്ടത്. ഓക്കെ, മനീഷ് മഹിബാലാണ് വിവരങ്ങൾ നൽകിയത്. സീന മുഹമ്മദ് പറയുന്നു, മനീഷ് ഈ റിപ്പോർട്ട് പ്രേക്ഷകരിലെത്തിക്കാൻ മികച്ച ടീമിനെ ആണ് 24 ഏർപ്പെടുത്തിയത്. തീർച്ചയായിട്ടും ഏറ്റവും അന്വേഷണാത്മക ജേർണലിസ്റ്റിൽ വൈദഗ്ധ്യമുള്ള മാധ്യമപ്രവർത്തകരാണ് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്ന് വേണമെങ്കിൽ പറയാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.